അടുത്തത് ഏജൻറ്റ് സോളിസിറ്റേഷൻ. ഒരു മൊബൈൽ നോഡിന് ഏജൻറ്റ് അഡ്വർടൈസ്മെൻ്റ് ഒന്നും കിട്ടിയില്ല എങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ ഇൻ്റർ അറൈവൽ ടൈം ഒത്തിരി ഹൈ ആണെങ്കിൽ, ഏജൻറ്റ് അഡ്വർടൈസ്മെൻ്റ് ഒന്നും കിട്ടിയില്ല എങ്കിൽ ഈ മൊബൈലിനോട് ഏജൻറ്റ് സോളിസിറ്റേഷൻ മെസ്സേജസ് സെൻഡ് ചെയ്യും. അതായത് ഏജൻറ്റിലേക്ക് അങ്ങോട്ട് അപ്രോച്ച് ചെയ്യും. അതായത് ഏജൻറ്റ് അഡ്വർടൈസ്മെൻ്റ് ഒന്നും കിട്ടിയില്ലെങ്കിൽ ദ മൊബൈൽ നോഡ് മസ്റ്റ് സെൻഡ് ഏജൻറ്റ് സോളിസിറ്റേഷൻസ്. So the care must be taken to ensure that these solicitation messages do not flood the network. ഈ സോളിസിറ്റേഷൻ മെസ്സേജുകൾ ഒത്തിരി അയക്കാൻ പാടില്ല. അങ്ങനെ അയച്ചു കഴിഞ്ഞാൽ നെറ്റ്വർക്കിൽ ഫ്ലഡിങ് ഉണ്ടാകും. അപ്പോൾ അങ്ങനെ ഫ്ലഡിങ് ഉണ്ടാകാത്ത രീതിയിൽ വേണം ഈ മെസ്സേജസ് സെൻഡ് ചെയ്യാനായിട്ട്. സോ എന്ത് ചെയ്യും? ദ മൊബൈൽ നോഡ് ക്യാൻ സെൻഡ് 3 solicitation messages, 1 per second, as soon as enter in a new network. ഇനി ഒരു മൊബൈൽ നോഡിന് അത് അയച്ച സോളിസിറ്റേഷൻ മെസ്സേജിന് ആൻസർ ഒന്നും കിട്ടിയില്ല എങ്കിൽ it must decrease the rate of solicitations to avoid flooding the network until it reaches a maximum interval between the solicitations. Typically 1 minute ആയിരിക്കും ആ ഇൻ്റർവെൽ ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ഈ അഡ്വർടൈസ്മെൻറ്റും അഡ്വർടൈസ്മെൻറ്റ് 2 മെത്തേഡ്സ് ആണല്ലോ. ഏജൻറ്റ് ഡിസ്കവറിക്ക് 2 മെത്തേഡ്സ് ആണല്ലോ. ഒന്ന് അഡ്വർടൈസ്മെൻറ്റും ഒന്ന് സോളിസിറ്റേഷൻ. ഈ 2 മെത്തേഡ്സ് ഒന്നല്ലെങ്കിൽ അത് പെർഫോം ചെയ്ത് കഴിയുമ്പോൾ ഒരു കെയർ ഓഫ് അഡ്രസ്സ് കിട്ടും നമ്മുടെ മൊബൈൽ നോഡിന്. ഓക്കെ, ഏജൻറ്റ് സോളിസിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അഡ്വർടൈസ്മെൻ്റ് ഒന്നും ഏജൻറ്റിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ ഇറ്റ് വിൽ സെൻഡ് സോളിസിറ്റേഷൻ മെസ്സേജസ് അല്ലേ. അപ്പം അതിനൊരു ലിമിറ്റൊക്കെ ഉണ്ടാവും. നെറ്റ്വർക്കിനെ ഫ്ലഡ് ചെയ്യാതെ വേണം ഈ മെസ്സേജസ് അയക്കാനായിട്ട്. അപ്പോൾ ഈ മെസ്സേജസ് അയച്ചു കഴിയുമ്പോൾ അതിനൊരു അഡ്വർടൈസ്മെൻറ്റ് അല്ലെങ്കിൽ സോളിസിറ്റേഷൻ, ഈ 2 മെത്തേഡ്സിൽ ഏതെങ്കിലും അത് കഴിയുമ്പോൾ ഇറ്റ് വിൽ ഗെറ്റ് എ കെയർ ഓഫ് അഡ്രസ്. അടുത്തത് രജിസ്ട്രേഷൻ. ഇത് നമ്മുടെ മൊബൈൽ IP-യുടെ 3 ഫേസസിൽ രണ്ടാമത്തെ ഫേസ്. ഫസ്റ്റ് ഫേസ് ഏജൻറ്റ് ഡിസ്കവറി ആയിരുന്നു. അതിനകത്ത് ഏജൻറ്റ് അഡ്വർടൈസ്മെൻറ്റും സോളിസിറ്റേഷനും ഉണ്ടായിരുന്നു. ഇനി അത് കഴിഞ്ഞു രണ്ടാമത്തെ ഫേസാണ് രജിസ്ട്രേഷൻ, മൊബൈൽ IP രജിസ്ട്രേഷൻ. ഇപ്പോൾ ഈ ഏജൻറ്റ് ഡിസ്കവറി പ്രോസസ്സ് കഴിയുമ്പോൾ നമ്മുടെ മൊബൈൽ നോഡിനൊരു കെയർ ഓഫ് അഡ്രസ്സ് കിട്ടും, ഒരു പുതിയ അഡ്രസ്സ് അല്ലേ, അതായത് കറൻറ്റ് ലൊക്കേഷൻ അഡ്രസ്സ് കിട്ടും. ഇനി ഈ കെയർ ഓഫ് അഡ്രസ്സ് ഹോം ഏജൻറ്റിന് പറഞ്ഞു കൊടുക്കണം. എന്നാൽ മാത്രമേ ഉള്ളൂ നമ്മുടെ മൊബൈൽ നോഡിൻ്റെ IP അഡ്രസ്സിലേക്ക് എയിം ചെയ്ത് വരുന്ന പാക്കറ്റ്സ് അതൊക്കെ ഹോം ഏജൻറ്റ് വരെ എത്തുകയുള്ളൂ. അപ്പം അങ്ങനെ വരുന്ന നമ്മുടെ മൊബൈൽ നോഡിനെ എയിം ചെയ്ത് ഹോം ഏജൻറ്റിൽ എത്തുന്ന പാക്കറ്റ്സിനെ കെയർ ഓഫ് അഡ്രസ്സിലേക്ക് അയക്കണമെങ്കിൽ ഈ ഹോം ഏജൻറ്റിന് ഈ കെയർ ഓഫ് അഡ്രസ്സ് അറിയാമായിരിക്കും. അപ്പോൾ ഒരു മൊബൈൽ നോഡിന് കെയർ ഓഫ് അഡ്രസ്സ് കിട്ടിക്കഴിയുമ്പോൾ അതാദ്യം ചെയ്യേണ്ടത് എന്താണ്? ആ കെയർ ഓഫ് അഡ്രസ്സിനെ ഹോം ഏജൻറ്റിന് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ അങ്ങനെ ആ പറഞ്ഞു കൊടുക്കുന്ന ആ ഒരു പ്രൊസീജിയറിനെയാണ് നമ്മൾ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ദ ഒബ്ജക്റ്റീവ് ഈസ് ടു ഇൻഫോം the home agent of the current location for correct forwarding of packets. പാക്കറ്റ്സിനെ കറക്റ്റായിട്ട് ഹോം ഏജൻറ്റിന് ഫോർവേഡ് ചെയ്യണമെങ്കിൽ കെയർ ഓഫ് അഡ്രസ്സ് അറിയണം. ആ കെയർ ഓഫ് അഡ്രസ്സിനെ ഏജൻറ്റ് ഡിസ്കവറിക്ക് ശേഷം പറഞ്ഞു കൊടുക്കുന്ന ഒരു പ്രൊസീജിയറാണ് രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്, നമ്മുടെ സെക്കൻഡ് ഫേസ്. ആഫ്റ്റർ റിസീവിങ് COA, കെയർ ഓഫ് അഡ്രസ്, the mobile node has to register it with home agent. ഈ രജിസ്ട്രേഷന് 2 വഴിയുണ്ട്. രജിസ്ട്രേഷൻ ഓഫ് മൊബൈൽ നോഡ് വയ ഫോറിൻ ഏജൻറ്റ് ഓർ ഡയറക്ട്ലി വിത്ത് HA. The mobile IP registration provides a flexible mechanism for mobile nodes to communicate their current reachability information to the home agent. അതായത് നമ്മുടെ ഹോം ഏജൻറ്റിന് കറൻറ്റ് ഇൻഫർമേഷനെ പറഞ്ഞു കൊടുക്കുന്ന മെക്കാനിസമാണ് registration. So when a mobile node receives an agent advertisement, the mobile node registers through the foreign agent even when the mobile node might be able to acquire its own co-located care of address. So this feature enables
sites to restrict access to mobility services. ഇനി ഈ ഏജന്റ് അഡ്വർടൈസ്മെന്റ് വഴി through this agent advertisements the mobile nodes detect when they have moved from one subnet to another. അപ്പം ഈ ഏജന്റ് അഡ്വർടൈസ്മെന്റിൽ നിന്ന് ഇത് മനസ്സിലാക്കാനായിട്ട് പറ്റും. It can detect when they have moved from one subnet to another. ഇനി ഈ രജിസ്ട്രേഷൻ പ്രോസസ്സ് കൊണ്ട് എന്തൊക്കെയാണ് നടക്കുന്നത്? രജിസ്ട്രേഷൻ പ്രോസസ് enables the mobile nodes to perform the following tasks: request forwarding services when visiting a foreign network, inform home agent if their home agent of their care of address, renew a registration that is due to expire, deregistration when they return home. അതായത് എന്തൊക്കെയാണ് ഈ രജിസ്ട്രേഷൻ പ്രോസസ്സിലൂടെ ചെയ്യുന്നത്? നമ്മുടെ മൊബൈലിനോട് പുതിയൊരു നെറ്റ്വർക്കിൽ കയറി കഴിഞ്ഞാൽ ആ കെയർ ഓഫ് അഡ്രസ്സിനെ, പുതുതായിട്ട് കിട്ടുന്ന കെയർ ഓഫ് അഡ്രസ്സിനെ പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ കറണ്ട് ലൊക്കേഷൻ ഇൻഫർമേഷൻ പറഞ്ഞു കൊടുക്കുക, പിന്നെ ഹോം ഏജന്റിന് പറഞ്ഞു കൊടുക്കുക. ദെൻ ഒരു രജിസ്ട്രേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ, ഒരു രജിസ്ട്രേഷൻ നടന്നു കഴിഞ്ഞാൽ ആ രജിസ്ട്രേഷൻ ഒരു എക്സ്പയറി ടൈം ഉണ്ടായിരിക്കും, ഒരു ടൈമർ ഉണ്ടായിരിക്കും. ഒരു രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്ത് ഇപ്പം ഒരു 5 minutes ആണെന്ന് വിചാരിക്കും. സപ്പോസ് 5 minutes ആണെങ്കിൽ ഒരു രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് 5 minutes ആണ് അതിൻ്റെ ലൈഫ് ടൈമെങ്കിൽ ഈ 5 minutes കഴിയുമ്പം ഈ രജിസ്ട്രേഷൻ ക്ലോസ് ആവും. അതാണ് ലൈഫ് ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ആ രജിസ്ട്രേഷൻ്റെ ലൈഫ് ടൈം തീരാറാവുമ്പോൾ MN എന്ത് ചെയ്യണം? ഒരു മൊബൈലിനോട് രജിസ്ട്രേഷൻ ചെയ്തു, അതിൻ്റെ പുതിയ COA വെച്ച് രജിസ്ട്രേഷൻ ചെയ്തു, ആൻഡ് അതിൻ്റെ എക്സ്പയറി ടൈം കഴിയാറാവുമ്പോൾ ഈ മൊബൈലിനോട് എന്ത് ചെയ്യണം? ഇതിനെ റീന്യൂ ചെയ്യണം. ആ രജിസ്ട്രേഷനെ റീന്യൂ ചെയ്യണം, അല്ലെങ്കിൽ അത് എക്സ്പയറി ആയിപ്പോവും, ഡിലീറ്റ് ആയിപ്പോവും. അപ്പം can renew a registration that is due to expire. അതും ഈ രജിസ്ട്രേഷൻ പ്രോസസ്സ് വഴി നമുക്ക് ചെയ്യാൻ പറ്റും. ദെൻ ഡീരജിസ്റ്റർ വെൻ ദേ റിട്ടേൺ ഹോം. നമ്മുടെ മൊബൈലിനോട് തിരിച്ച് ഹോം നെറ്റ്വർക്കിലേക്ക് വരുമ്പോഴും അപ്പോഴും നേരത്തെ കിട്ടിയ ഒരു കെയർ ഓഫ് അഡ്രസ്സ് വെച്ച് ഓൾറെഡി ഹോം ഏജൻറ്റുമായിട്ട് രജിസ്റ്റേർഡ് ആയിരിക്കും, അതിൻ്റെ എക്സ്പയറി കഴിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ എക്സ്പയറി കഴിഞ്ഞിട്ടില്ലെങ്കിൽ അതിനെ ഡീരജിസ്റ്റർ ചെയ്യണം. ഹോമിലേക്ക് തിരിച്ചു വരുമ്പോൾ ഇപ്പോൾ കറൻ്റ്ലി ഉള്ള ആ ഒരു രജിസ്ട്രേഷൻ ഡീരജിസ്റ്റർ ചെയ്യണം. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഈ രജിസ്ട്രേഷൻ പ്രോസസ്സ് വഴി ചെയ്യാവുന്നതാണ്. ഈ രജിസ്ട്രേഷൻ പ്രോസസ്സ് നടക്കുന്നത് കുറേ മെസ്സേജസ് എക്സ്ചേഞ്ച് ചെയ്തിട്ടാണ്. നമ്മുടെ മൊബൈലിനോടും ഹോം ഏജൻറ്റും തമ്മിൽ കുറച്ച് മെസ്സേജസ് എക്സ്ചേഞ്ച് ചെയ്തിട്ടായിരിക്കും ഈ രജിസ്ട്രേഷൻ പ്രോസസ്സ് നടക്കുന്നത്. ഇതിനകത്ത് 2 types ഓഫ് മെസ്സേജസ് ഉണ്ട്: രജിസ്ട്രേഷൻ റിക്വസ്റ്റും registration reply messages. The registration process involves the exchange of registration requests and registration reply. So, registration messages exchange information between the mobile node, a foreign agent and home agent. ഇനി ഒരു കാര്യം കൂടെ പറയാം, mobility binding. During registration process, the home agent maintains a binding containing the home address, the care of address and registration lifetime. This is called binding of mobile node. ഈ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ ഈ പറഞ്ഞു കൊടുക്കുന്ന ഈ മൊബൈലിനോട് ഹോം ഏജൻറ്റിന് പറഞ്ഞു കൊടുക്കുന്ന കെയർ ഓഫ് അഡ്രസ്സ് അല്ലെങ്കിൽ കറണ്ട് ലൊക്കേഷൻ ഇൻഫർമേഷൻ സൂക്ഷിച്ചു വെക്കുന്നതിനെയാണ് നമ്മൾ ബൈൻഡിങ് എന്ന് പറയുന്നത്. മൊബിലിറ്റി അറ്റ് ഹോം ഏജൻറ്റിലെ ബൈൻഡിങ്ങിലാണ് നമ്മൾ ഈ വിവരങ്ങളൊക്കെ മൊബൈൽ നോഡിനെ കുറിച്ചുള്ള കറണ്ട് ഇൻഫർമേഷൻസ് ഒക്കെ സൂക്ഷിച്ചു വെക്കുന്ന ബൈൻഡിങ്. This is called binding. The registration lifetime is negotiated during registration process and represent validity of registration in seconds. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെ ഉണ്ടാവും? ഈ ബൈൻഡിങ്ങിനകത്ത് ഹോം ഏജൻറ്റിലാണ് ഈ ബൈൻഡിങ് ഉണ്ടാവും. ബൈൻഡിങ്ങിനകത്ത് എന്തൊക്കെ ഉണ്ടാവും? നമ്മുടെ ഹോം അഡ്രസ്, മൊബൈൽ നോഡിൻ്റെ ശരിക്കുമുള്ള IP അഡ്രസ്, പെർമനൻ്റ് അഡ്രസ്, ദെൻ കെയർ ഓഫ് അഡ്രസ്, രണ്ടാമത് കെയർ ഓഫ് അഡ്രസ്, പുതിയതായിട്ട് കിട്ടിയ അഡ്രസ്, ദെൻ രജിസ്ട്രേഷൻ ലൈഫ് ടൈം, എത്ര നേരത്തേക്ക് ആ രജിസ്ട്രേഷൻ നിലനിർത്തണം എന്നുള്ള ഒരു ലൈഫ് ടൈം. അതിനുശേഷം ഞാൻ പറഞ്ഞില്ലേ അത് എക്സ്പയറി ആയിപ്പോകും. ഇനി ഈ വാലിഡിറ്റി ഓഫ് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ സെക്കൻഡ്സിലായിരിക്കും പറയുന്നത്.
അത് it cannot be greater than provided with the agent advertisement. ഏജൻറ്റ് അഡ്വർടൈസ്മെൻറ്റിനകത്ത് തന്നെ ഈ ലൈഫ് ടൈം പറയുന്നുണ്ട്, അത് അതിനെക്കാട്ടും കൂടാൻ പാടില്ല. ഇപ്പോൾ രജിസ്ട്രേഷൻ പ്രോസസ്സിൽ ആ ഒരു പ്രൊസീജിയർ നടക്കുന്ന സമയത്ത് തന്നെ ഈ ലൈഫ് ടൈം സെറ്റ് ചെയ്ത് വയ്ക്കും. Then the registration is valid till that period and it is automatically deleted after the lifetime. ലൈഫ് കഴിയുമ്പോൾ ഈ രജിസ്ട്രേഷനെ, ഈ ഒരു ബൈൻഡിങ്ങിനെ ഡിലീറ്റ് ചെയ്യും, പർട്ടിക്കുലർ രജിസ്ട്രേഷനെ ഡിലീറ്റ് ചെയ്യും. The MN registers again before the binding period expires when it moves to another foreign network or when it returns to the home network. This prevents the mobility bindings of the mobile nodes which are no longer used. അപ്പോൾ ഈ എക്സ്പയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഡിലീറ്റ് ആയിപ്പോകും. ഇനി അത് നിലനിർത്തണമെങ്കിൽ അത് റിന്യൂ ചെയ്യും. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് എന്ത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും? അൺയൂസ്ഡ് ആയിട്ടുള്ള ബൈൻഡിങ്സിനെ അല്ലെങ്കിൽ ലൊക്കേഷൻ ഇൻഫർമേഷനെ സ്റ്റോർ ചെയ്യുന്നത് നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും ഈ എക്സ്പയറി ടൈം സെറ്റ് ചെയ്യുന്നത് കൊണ്ട്.